വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സൈറ്റുകളിലൂടെ ഇമോജികളും സ്റ്റിക്കറുകളുമെല്ലാം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഒരു വ്യക്തിയുടെ ഫോട്ടോ വെച്ചോ കാരിക്കേച്ചറായോ കാർട്ടൂൺ രൂപത്തിലുമാണ് ഓരോ സ്റ്റിക്കറുകളും ഇമോജികളും നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിലവിൽ ആർക്കു വേണമെങ്കിലും സ്റ്റിക്കറുകൾ ഡൗൺലോഡ് ചെയ്യാനും സ്വന്തമായി സ്റ്റിക്കറുകൾ സൃഷ്ടിക്കാനും ആപ്പ് വഴി ഷെയർ ചെയ്യാനും കഴിയും. തമാശയായിട്ടാണ് ഷെയർ ചെയ്യുന്നതെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് നമുക്ക് തന്നെ വിനയാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഒമാൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ഒമാനിലെ ഇതര വ്യക്തികളുടെയും ഫോട്ടോസോ കാരിക്കേച്ചറുകളോ ഉപയോഗിച്ച് പരിഹാസമായ രീതിയിൽ ആംഗ്യങ്ങളോ പദപ്രയോഗങ്ങളോ ഉള്ള ഇമോജികളും സ്റ്റിക്കറുകളും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കുകയും വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും അയക്കാമെന്ന ധാരണ ശരിയല്ലെന്നും ഇക്കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്നുമാണ് ഒമാൻ അധികൃതർ പറയുന്നത്. അങ്ങനെ നിയമവിരുദ്ധമായ രീതിയിൽ ഇമോജികളോ സ്റ്റിക്കറുകളോ ഉപയോഗിച്ചാൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് താൽക്കാലികമായി റദ്ദാക്കുമെന്നാണ് തീരുമാനം. മാത്രമല്ല, നിയമം ലംഘിച്ചാൽ 1000 റിയാൽ മുതൽ 5000 റിയാൽ വരെ പിഴ ഈടാക്കുമെന്നും പിഴയ്ക്ക് പുറമെ തടവ് ശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ ഒരു തീരുമാനം പുറപ്പെടുവിക്കാനുള്ള കാരണം ഇതാണ്. കഴിഞ്ഞ ദിവസം ഒമാനി ഇതര വ്യക്തികളുടെ പോസ്റ്ററുകൾ ആക്ഷേപഹാസ്യമായ പദപ്രയോഗങ്ങളോടെ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വന്നിരുന്നു. ഇതിനെതിരെ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയുമുണ്ടായി. ശേഷമാണ് ഈ മുന്നറിയിപ്പ്. നിലവിൽ ഒമാൻ നിയമം അനുസരിച്ച് ആളുകളുടെ ചിത്രങ്ങൾ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ സ്റ്റിക്കർ രൂപത്തിൽ തമാശയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ സ്വകാര്യ ജീവിതത്തിന്മേലുള്ള കടന്നുകയറ്റവും ലംഘനവുമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇനിയും ഏർപ്പെട്ടാൽ കടുത്ത നടപടി സ്വീകരിക്കുന്നതായിരിക്കും.